ഹലോ ഓൾ, എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 അവസാനത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ 75 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ സെക്ഷനിലുണ്ട്. സോ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 76. Consider the following statements. Statement 1. According to the United Nations World Water Development Report 2022, India extracts more than a quarter of the world's groundwater withdrawal each year. Second statement, India needs to extract more than a quarter of the world's groundwater each year to satisfy the drinking water and sanitation needs of almost 80% of the world's population living in its territory. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. According to the United Nations World Water Development Report 2022, India extracts more than a quarter of the world's groundwater withdrawal each year. ഓക്കെ, ഇന്ത്യ എന്താണ് മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ വിഡ്രോവൽ ചെയ്യുന്നതാണ് ഏതിൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് വാട്ടർ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2022 പറയുന്നത്. സോ ഈ ശേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്, കാരണം ഇന്ത്യ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ടിങ് അപ്രോക്സിമേറ്റ്ലി ഏകദേശം 251 ക്യൂബിക്സ് ഓളം എന്താണ് ഇന്ത്യ ഗ്രൗണ്ട് വാട്ടർ ഇതെന്താണ് എടുക്കുന്നുണ്ട്. ഓക്കെ, ആനുവലി. ആൻഡ് ഓൾസോ അത് ഏകദേശം എത്രയാണ് 26% വരുന്നുണ്ട്, അതായത് മോർ ദാൻ എ ക്വാർട്ടർ വരുന്നുണ്ട്. ഓക്കെ, 25 ആകുമ്പോൾ തന്നെ ക്വാർട്ടർ വരുന്നുണ്ട്. സോ 26% എന്താണ് ഇന്ത്യ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ഇതിൽ തന്നെ എന്താണ് മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് വേൾഡ്സ് ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പർപ്പസ് എന്നാണ് പറയുന്നത്. പക്ഷേ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, ഇറിഗേഷൻ പർപ്പസിനും അഗ്രികൾച്ചർ യൂസിനൊക്കെ വേണ്ടിയാണ് ഇന്ത്യ ഈ എന്താണ് ഗ്രൗണ്ട് വാട്ടർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അഗ്രികൾച്ചറിനും അതുപോലെ എന്താണ് ഇറിഗേഷനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ. ഓക്കെ, സോ ഇതിൽ തന്നെ 89% എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്താണ് അഗ്രികൾച്ചറിനും അതുപോലെ എന്താണ് ഇറിഗേഷനും വേണ്ടിയാണത് ഇന്ത്യ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് ആയിരിക്കും. ഓപ്ഷൻ സി ആണെന്ത് ആൻസർ വരുന്നത്. സോ അതാണ് 76th ക്വസ്റ്റ്യൻ പറയുന്നത്. 77. According to the Constitution of India, the central government has a duty to protect states from internal disturbances. Second statement, the Constitution of India exempts the states from providing legal counsel to a person being held for preventive detention. Third statement, according to the Prevention of Terrorism Act 2002, confession of the accused before the police cannot be used as an evidence. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, according to the Constitution of India, സെൻട്രൽ ഗവൺമെൻറ് ഹാസ് എ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് സ്റ്റേറ്റ്സ് ഫ്രം ഇന്റേണൽ ഡിസ്റ്റർബൻസസ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിയാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് എന്തെങ്കിലും ഇന്റേണൽ ഡിസ്റ്റർബൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നാൽ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുക എന്നത് സംരക്ഷിക്കുക എന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡ്യൂട്ടിയാണ്. അത് ആർട്ടിക്കിൾ 355 പറയുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 355 എന്താണ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് എ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് സ്റ്റേറ്റ് ഫ്രം ഇന്റേണൽ ഡിസ്റ്റർബൻസസ്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ exempts the states from providing legal counsel to a person being held for preventive detention. അപ്പോൾ എന്താണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ഒരാൾക്ക് എന്താണ് നമുക്ക് ലീഗൽ കൗൺസിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സ്റ്റേറ്റ്സിന് എന്താണ് അതിന് എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ഏതിലാണ് ആർട്ടിക്കിൾ 22 ക്ലോസ് 3 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ എന്താണ് വരുന്നത്, ആർട്ടിക്കിൾ 22 ക്ലോസ് 3 എന്താണ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് എന്താണ് ഡു നോട്ട് അപ്ലൈ എനി ലീഗൽ കൗൺസിൽ. ഓക്കെ, സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, according to the Prevention of Terrorism Act 2002, confessions on the accused before a police cannot be used as an evidence. പക്ഷേ അത് തെറ്റാണ്. കാരണം എന്താണ് പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് ഒരു നിശ്ചിത റാങ്കിൻ്റെ മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് എന്താണ് കൺഫെഷൻ ചെയ്താൽ അത് എന്തായിട്ട് എടുക്കാം, അത് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതെന്താണ് ജനറൽ റൂൾ ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എന്താണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. അതെന്താണ് എവിഡൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, കാരണം കനോട്ട് ബി യൂസ്ഡ് ആസ് എൻ എവിഡൻസ് എന്നാണ് പറയുന്നത്. ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ എവിഡൻസ്. ബട്ട് എങ്ങനെ ആയിരിക്കണം, അതൊരു ഹയർ റാങ്ക് ആയിട്ടുള്ള ഓഫീസർ ആയിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഓൺലി 2 ആണത് ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം മാത്രമാണ് റൈറ്റ് ആൻസർ. 3 എന്താണ് റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following countries has been suffering from decades of civil strife
and food shortages and was in news in the recent past for its very severe famine. Okay, Angola, Costa Rica, Ecuador and Somalia. ഇതിൽ ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൊമാലിയാണ്. സൊമാലി 2022 മുതൽ, ഓക്കെ, 2022 എന്താണ് സൊമാലി ഒരു എക്സ്ട്രീം ഡ്രോട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെന്താണ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സിവിയർ ഫെമൈൻ വന്നിട്ടുണ്ട്. സോ എക്സ്ട്രീം ഡ്രോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് സിവിയർ ഫെമൈനും അതുപോലെ ഏകദേശം എന്താണ് 43,000-ഓളം 43,000 ഓക്കെ ഡെത്തിനും കാരണമായിട്ടുണ്ട്. സോറി, എക്സസ് ഡെത്തിനും കാരണമായിട്ടുണ്ട്. 43,000 എക്സസ് ഡെത്തിന് അതെന്താണ് കാരണമായിട്ടുണ്ട്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, സൊമാലിയാണ് വരുന്നത്. നെക്സ്റ്റ് 79. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. In India, biodiversity management committees are key to the realization of the objectives of Nagoya Protocol. Second statement, the biodiversity management committees have important functions in determining access and benefit sharing, including the power to levy collection fees on the access of biological resources within its jurisdiction. So, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇൻ ഇന്ത്യ ദ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ്, ഓക്കെ, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് BMCs are established. ഇത് ഏതിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത്? എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 വെച്ചാണ് ഈ BMCs അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. സോ ദേ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഇംപ്ലിമെന്റിംഗ് ദ നാഗോയ പ്രോട്ടോകോൾ. നാഗോയ പ്രോട്ടോകോളിന്റെ ഇതെന്താണ് ഒബ്ജക്റ്റീവ്സ് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തത്. Second one, the biodiversity management committees have important functions in determining access and benefit sharing, including the power to levy collection fees on the access of biological resources within its jurisdiction. അപ്പോൾ എന്താണ് അതും ശരിയാണ്. ഇത് ഏത് പറയുന്നുണ്ട്? സെക്ഷൻ 41 ഓഫ് BMCയിൽ പറയുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസിന്റെ എന്താണ് സെക്ഷൻ 49 ഓഫ് ദ ആക്ടിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 49 ഓഫ് ബയോഡൈവേഴ്സിറ്റി ആക്ടിൽ പറയുന്നുണ്ട് എന്താണ് BMCs അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസിന് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് ടു ഡിറ്റർമൈനിങ് ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, ഇൻക്ലൂഡിംഗ് ദ പവർ ടു ലെവി കളക്ഷൻ ടു ആക്സസ് ഓൺ ദ ആക്സസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ് വിത്തിൻ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. സോ എന്താണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് election to the President of India. The members nominated to either House of the Parliament or the Legislative Assemblies of State are also eligible to be included in the Electoral College. Second one, higher the number of elective assembly seats, higher is the value of votes of each MLA of that state. Third one, the value of vote of each MLA of Madhya Pradesh is greater than that of Kerala. Next one, the value of vote of each MLA of Puducherry is higher than that of Arunachal Pradesh because of the ratio of total population to total number of elective seats in Puducherry is greater as compared to Arunachal Pradesh. So, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നോക്കി, the members nominated to either House of Parliament or the Legislative Assemblies of States are also eligible to be included in the Electoral College. നമുക്കറിയാം പ്രസിഡന്റിനെ നിയമിക്കാനായിട്ടുള്ള ഇലക്ടറൽ കോളേജ് ആരൊക്കെയാണുള്ളത്? അവിടെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് സ്ഥാനമില്ല. ഓക്കെ, സോ അവിടെ എന്താണ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ്? ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ഫസ്റ്റ് വൺ ബോത്ത് ഹൗസസ്, അതായത് ലോക്സഭ ആൻഡ് രാജ്യസഭ ബോത്ത് ഹൗസസ്. പിന്നെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഇതുകൂടാതെ പിന്നെ എന്താണ് ചില UTs, എസ്പെഷ്യലി ഏതൊക്കെ? ഡൽഹി, ജമ്മു, പുതുച്ചേരി. സോ ഈ 3 UTs ഇലക്ടഡ് മെമ്പേഴ്സിന് മാത്രമാണ് എന്ത് ഇതിൽ ഇലക്ടറൽ കോളേജിൽ അംഗമായിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Then, higher the number of elective assembly seats, higher is the value of vote of each MLA of that state. പക്ഷേ എന്താണ് ഇതൊന്നും പറയുന്നില്ല. നമുക്ക് ഇത് എന്താണ് ഡിറ്റർമൈൻ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ഫോർമുല തന്നെ ഉണ്ട്. എങ്ങനെയാണ്? അതായത് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ബൈ നമ്പർ ഓഫ് elected
members of state legislative assembly into 100. ഓക്കെ, സോ ഇതാണ് എന്ത് ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ബൈ നമ്പർ ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻറ്റു 100. ഇതാണ് ഇതിനുള്ള, അതായത് ആ ഒരു വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതായത് ഓരോ വോട്ടിനുള്ള വാല്യൂ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ അതും തെറ്റാണ്. Then the value of vote of each MLA of മധ്യപ്രദേശ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കേരള എന്ന് പറയുന്നുണ്ട്. മധ്യപ്രദേശിൽ ഒരു മെമ്പറിൻ്റെ വോട്ട് എന്ന് പറയുന്നത് 131 ആണ്. ബട്ട് അറ്റ് സെയിം ടൈം അത് കേരളത്തിലാകുമ്പോൾ എത്രയാണ്, 152 ആണ്. ഓക്കെ, സോ 131 152 ആണ്. അപ്പോൾ എന്താണ്, കേരളത്തിലാണ് എന്ത് അത് കൂടുതൽ. ഓക്കെ, മധ്യപ്രദേശിൽ കുറവാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. നെക്സ്റ്റ്, the value of vote of each MLA of Puducherry is higher than that of Arunachal Pradesh because of the ratio of total population to total number of elective seats in Puducherry is greater as compared to Arunachal Pradesh. അതെന്താണ്, ശരിയാണ്. കാരണം അരുണാചൽ പ്രദേശിൽ 8 മാത്രമേ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം പുതുച്ചേരിയിൽ എത്രയാണ്, 16 നമ്പേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ഓൺലി 1 ആയിരിക്കും. ഓക്കെ, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, with reference to history, Indian history, Alexander Ray, A.H. Longhurst, Robert Sewell, James Burgess and Walter Elliot were associated with archaeological excavations, establishment of English present colonial India, establishment of churches in princely states, construction of railways in colonial India. Okay, just മറുപടിയാണ് construction of railways in colonial India. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ചോദിക്കുന്നത്, ഏതാണ് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ആണ് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അലക്സാണ്ടർ റേ ആയാലും A.H. ലോങ്ഹർസ്റ്റ് ആയാലും റോബർട്ട് സെവൽ ആയാലും ജെയിംസ് ബർഗസ് ആയാലും വാൾട്ടർ എലിയോട്ട് ആയാലും ഇവരെല്ലാം എന്താണ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവരാണ്. ഓക്കെ, അപ്പം അലക്സാണ്ടർ റേ എവിടെയാണ്, പ്രധാനമായിട്ടും അടിച്ചനല്ലൂർ. ഓക്കെ, അടിച്ചനല്ലൂർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ദെൻ A.H. ലോങ്ഹർസ്റ്റ് എവിടെയാണ്, അദ്ദേഹം ഹംപിയും അതുപോലെ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുമാണ്, ഹംപി ആൻഡ് സൗത്ത് ഇന്ത്യ. ദെൻ റോബർട്ട് സീവൽ ഉണ്ട്. റോബർട്ട് സീവൽ എന്താണ്, പ്രധാനമായിട്ടും വിജയനഗര എംപയറിലാണ് റോബർട്ട് സീവൽ വന്നത്, വിജയനഗര എംപയർ, വിജയനഗര എക്സ്കവേഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നതാണ് ജെയിംസ് ബർഗട്ട് വരുന്നുണ്ട്. ജെയിംസ് ബർഗട്ട് എന്താണ്, അത് ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു അദ്ദേഹം, ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ആയിരുന്നു. ആൻഡ് ഫൈനലി വാൾട്ടർ എലിയറ്റ് ആണ്. വാൾട്ടർ എലിയറ്റ് എന്നാണ് അമരാവതി മാർബിൾസ് ഒക്കെ കണ്ടുപിടിച്ച ആരാണ്, വാൾട്ടർ എലിയറ്റ്സ് ആണ്. അമരാവതി മാർബിൾസ് ഡിസ്കവർ ചെയ്ത ആരാണ്, വാൾട്ടർ എലിയറ്റ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എന്താണ് റിലേറ്റഡ് ടു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആണ്. ഓക്കെ, സോ അതാണ് 81 ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, സൈറ്റ്സും വെൽ നോൺ ഫോർ. ഫസ്റ്റ് വൺ, ബസ്നഗർ ഷൈവൈറ്റ് കേവ് ഷ്രൈൻ, ഭാജ ബുദ്ധിസ്റ്റ് കേവ് ഷ്രൈൻ, സിത്തനവാസൽ ജെയിൻ കേവ് ഷ്രൈൻ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് കറക്റ്റ് മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ബസ്നഗർ ഷൈവൈറ്റ് കേവ് ഷ്രൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ബസ്നഗർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പ്രസന്റിന്റെ മധ്യപ്രദേശിലാണ് വിദിഷ. ഇത് പ്രധാനമായിട്ടും ഫേമസ് ആയത് എന്തിനാണ്, ഹീലിയോഡോറസ് പില്ലറാണ്. ഓക്കെ, ഹീലിയോഡോറസ് എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു ഹീലിയോഡോറസ് എന്ന് വെച്ചാൽ. സോ ഹീലിയോഡോറസിന്റെ പില്ലർ എന്താണ്, ഈ വിദിഷയിൽ അല്ലെങ്കിൽ ബസ്നഗറിൽ ഉണ്ടായിരുന്നു. സോ അതാണ്, അതിനാണ് ഈ ഒരു ഏരിയ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഹീലിയോഡോറസ് എന്ന് വെച്ചാൽ എന്താണ്, അദ്ദേഹം ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു. ആൻഡ് ഹീസ് ഫേമസ് ഫോർ വിച്ച് വൺ, ഓക്കെ, ഭാഗവതയുടെ ഒരു ഫോളോവർ ആയിരുന്നു ആരെന്ന് പറയുന്നത്, ഈ ഹീലിയോഡോറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗവതയുടെ ഫോളോവർ ആണ് ആരെന്ന് പറയുന്നത്, ഈ ഹീലിയോഡോറസ് എന്ന് പറയുന്നത്. സോ ഭാഗവതയുടെ ഫോളോവർ ആയതുകൊണ്ട് തന്നെ നോർമലി അത് ആരായിരിക്കും, ഷൈവൈറ്റ് കേവ് ഷ്രൈനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പകരം അതാണ് വൈഷ്ണവൈറ്റ് ആണ്. ഓക്കെ, കാരണം ഭാഗവത എന്ന് പറയുമ്പോൾ എന്താണ് റിലേറ്റഡ് ടു വൈഷ്ണവൈറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോങ് ആണ്. ബസ്നഗർ എന്ന് പറഞ്ഞാൽ ഷൈവൈറ്റ് കേവ് ഷ്രൈൻ അല്ല, പകരം എന്താണ് വൈഷ്ണവൈറ്റ് ആണ്. കാരണം ബസ്നഗർ വിദിഷ മധ്യപ്രദേശിലാണ് ഉള്ളത്. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് ഹെലിഡോറസ് പില്ലർ എന്ന് പറയുന്നത്. സോ ഹെലിഡോറസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് അംബാസിഡർ ആണ് ആൻഡ് ഈസ് എ ഫോളോവർ ഓഫ് ഭാഗവത. ആൻഡ് ഭാഗവത എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, വൈഷ്ണവൈറ്റ് സെക്ടുമായിട്ട് അല്ലെങ്കിൽ വൈഷ്ണവൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ബസ്നഗർ എന്താണ് ഷൈവൈറ്റ് കേവ് ഷ്രൈൻ അല്ല, പകരം എന്താണ് വൈഷ്ണവൈറ്റ് ആണ്. സോ ഫസ്റ്റ് വൺ റോങ് ആണ്. സെക്കൻഡ് വൺ, ഭാജ ബുദ്ധിസ്റ്റ് കേവ് ഷ്രൈൻ എന്നാണ് പറയുന്നത്. അതെന്താണ്, ശരിയാണ്. കാരണം ഭാജ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്,
പൂനെ മഹാരാഷ്ട്രയിലാണ്. ആൻഡ് അവിടെ എന്താണ് ചൈത്യാസ് വിഹാരാസൊക്കെ ഉണ്ട്. സോ അതെന്താണ് ശരിയാണ്. ദെൻ വരുന്നത് സിറ്റ്നവാസിലാണ്, അത് ജെയിൻ കേവ് ഷൈൻ എന്ന് പറയുന്നുണ്ട്. സോ ഇതും എന്താണ് ശരിയാണ്, കാരണം തമിഴ്നാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, എസ്പെഷ്യലി പുതുക്കോട്ടൈ. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലാണ് ഇത് സിറ്റ്നവാസിലുള്ളത്. സോ ഇറ്റ്സ് എ ജെയിൻ കേവ് ഷൈൻ. അത് എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? 2 and 3 ഓൺലി ആയിരിക്കും. ഓൺലി 2 ആണ് ആൻസർ വരുന്നത്. 82 ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് 1, 7th August is declared as National Handloom Day. Statement 2, it was in 1905 that Swadeshi movement was launched on the same day. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, 7th August is declared as the National Handloom Day എന്ന് പറയുന്നത് ഇതെന്താണ് ശരിയാണ്. കാരണം 7th August എന്താണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, it was in 1905 that the Swadeshi movement was launched on the 7th August. Okay, 7th August 1905 എന്ത് സ്വദേശി മൂവ്മെന്റ് ലോഞ്ച് ആയത്. അതുകൊണ്ടാണ് എന്ത് ആ ഒരു ഡേ എന്തായിട്ട് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ 7th August നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് സ്വദേശി മൂവ്മെന്റ് ബിഗിനിങ് ഈ ഒരു ദിവസം ആയതുകൊണ്ട് ഈ ഒരു ദിവസത്തിന് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെന്താണ് ഇൻഡിജിനസ് പ്രൊഡക്റ്റ്, നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റിനെ എൻകറേജ് ചെയ്യുക എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ നാഷണൽ ഹാൻഡ്ലൂം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, consider the following statements in respect of the national flag of India according to the flag code of India 2002. അപ്പോൾ 2002 ഇന്ത്യൻ ഫ്ലാഗ് കോഡ് യൂസ് ചെയ്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. One of the standard size of national flag of India is 600 mm into 400 mm. Statement 2, the ratio of the length to height of the flag shall be 3:2. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് നാഷണൽ ഫ്ലാഗ് 600 mm to 400 mm എന്ന് പറഞ്ഞേക്കുന്നത്. ബട്ട് ഇത് എന്താണ് തെറ്റാണ്. കാരണം ഇങ്ങനെ ഒരു ഫ്ലാഗ് കോഡ് എന്താണ് ഇത് നമുക്കില്ല. നമുക്ക് വേറെ 9 ഫ്ലാഗ് കോഡ്സ് ഉണ്ട്. പക്ഷെ അതിലെന്താണ് ഈ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ പറയുന്നില്ല. ഓക്കെ, 9 ഫ്ലാഗ് കോഡ്സ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ കറന്റ് നിലവിലുള്ളത്. സോ അതിൽ 600 mm to 400 mm പറയുന്നില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് പറയുന്നത് റേഷ്യോ ടു ദ, അപ്പോൾ ഇത് തെറ്റാണ്. സോ അത് തെറ്റുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയതായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആയിരിക്കും. ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ടു ദ ഹൈറ്റ് ഓഫ് ഫ്ലാഗ് ഷാൽ ബി 3:2. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. Statement 1, the Constitution Day is celebrated on 26th November every year to promote constitutional values among citizens. Second one, on 26th November 1949, the Constituent Assembly of India set up a drafting committee under the chairmanship of B.R. Ambedkar to prepare draft Constitution of India. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരിയെന്നാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്. കാരണം എന്താണ്, ഫസ്റ്റ് നമുക്ക് വായിക്കാൻ മനസ്സിലാവും. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റ് ഓൺ 26th November every year. ഓക്കെ, ടു പ്രൊമോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എമോങ് ഇന്ത്യൻ സിറ്റിസൺസ്. അത് ശരിയാണ്. ബട്ട് സെക്കൻഡ് പറയുന്നത് നോക്കി, ഓൺ 26th November 1949, ഓക്കെ 1949 November 26 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്കറിയാം അതിനൊക്കെ ഒരുപാട് മുമ്പേ എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ച് 1949 ആയപ്പോഴത്തേക്ക് November 26 ആയപ്പോഴത്തേക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുവിധം തയ്യാറായി കഴിഞ്ഞിരുന്നു. ഓക്കെ, സോ അത് ആ ടൈമായപ്പോൾ എന്താണ് തയ്യാറായി കഴിഞ്ഞു. ഇവിടെ പറയുന്ന ആ ടൈമിൽ എന്താണ് നിയമിച്ചു എന്നാണ് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. സോ അതുകൊണ്ട് എന്താണ് അത് തെറ്റാണ്. കാരണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ എന്താണ് അതിന് ഒരുപാട് മുമ്പ് നമ്മൾ നിയമിച്ച് കഴിഞ്ഞു. ഏകദേശം 29th August 1947 തന്നെ എന്താണ് ഓക്കെ August 15 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പോൾ 29th August 1947 എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ച് കഴിഞ്ഞിരുന്നു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ B.R. അംബേദ്കർ. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ഇയർ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ്മെന്റ് 1, Switzerland is one of the leading exporters of gold in terms of value. Statement 2, Switzerland has the second largest gold reserve in the world. So which one of the following is correct in respect of the above statements? Option A, both statement 1 and statement 2 are correct and the statement 2 is the correct explanation for statement 1. Then option B, both statement 1 and statement 2 are correct and statement 2 is not the correct explanation of statement 1. Then C, when the statement 1 is correct but statement 2 is incorrect. D, statement 1 is incorrect but statement 2 is correct. അപ്പോൾ ഏതാണെന്ന് നോക്കാം.
സ്വിറ്റ്സർലാൻഡ് ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ഗോൾഡ് ഇൻ ടേംസ് ഓഫ് വാല്യൂ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ്, നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സ്വിറ്റ്സർലാൻഡ് എന്താണ് ലീഡിംഗ് എക്സ്പോർട്ട് ഓഫ് ഗോൾഡ് ആണ് ഇൻ ടേംസ് ഓഫ് വാല്യൂ. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്, സ്വിറ്റ്സർലാൻഡ് ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഗോൾഡ് റിസർവ് ഇൻ ദ വേൾഡ്. പക്ഷെ എന്താണ് സ്വിറ്റ്സർലാൻഡ് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് എക്സ്പോർട്ട് ഓഫ് ഗോൾഡ് ആണ് ഇൻ ടേംസ് ഓഫ് വാല്യൂ ആണെങ്കിലും അവിടെ എന്താണ് മേജർ ആയിട്ടുള്ള ഒരു മൈൻസും എന്താണ് ഇല്ല, ഗോൾഡ് മൈൻസ് ഒന്നും തന്നെ എന്താണ് അവിടെ ഇല്ല. ഓക്കെ, സോ നോ മേജർ ഡൊമസ്റ്റിക് ഗോൾഡ് മൈൻസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. പക്ഷേ എങ്ങനെയാണ് അവർ ലീഡിംഗ് ഇതാവുന്നത്, ബട്ട് ദേ ഹാവ് ടെക്നോളജീസ്. ഓക്കെ, എങ്ങനെയാണ് ഡ്യൂ ടു എക്സ്പെർട്ടൈസ് ഇൻ ഗോൾഡ് റിഫൈനിങ് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഗോൾഡ് റിഫൈനിങ് ആൻഡ് ട്രേഡിങ്. ഓക്കെ, സോ അതിലെന്താണ് അവർ എക്സ്പെർട്ടാണ്. സോ അതുകൊണ്ടാണ് എന്ത് ദേ ആർ ദ ലീഡിംഗ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ഗോൾഡ് ഇൻ ടൈംസ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഗോൾഡ് റിസർവ് ആണ്. സോ അത് തെറ്റാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ എന്താണ് മേജർ ആയിട്ടുള്ള ഗോൾഡ് റിസർവ്സ് ഒന്നും ഇല്ല. മേജർ ആയിട്ടുള്ള ഗോൾഡ് റിസർവ് മെയിനായിട്ട് എവിടെയാണ്, അത് US ആണ്. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ്, ജർമ്മനിയൊക്കെയാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് റോങ് ആണ്. ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ്, recently the United States of America and the European Union have launched the Trade and Technological Council. Second statement, USA and the European Union claim that though they are trying to bring technological progress and physical productivity under their control. ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം നോർമലി ഉള്ളൊരു ഇതാണ്. കാരണം എന്താണ് റീസെന്റ് ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എന്താണ് ഒരു ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതെന്താണ് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്കൻഡ് പറയുന്നത് എന്താണ്, USA യൂറോപ്യൻ യൂണിയൻ ക്ലെയിം ചെയ്ത് എന്താണ് ട്രൈങ് ടു ബ്രിങ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി അണ്ടർ ദയർ കൺട്രോൾ. അവരെ കൺട്രോളിൽ കൊണ്ടുവരാനാണ് ട്രൈ ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവരെന്തിനു വേണ്ടിയാണ്, കാരണം നമുക്കറിയാം ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങുമ്പോഴാണ് ഒരിക്കലും സ്വന്തം കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കത്തില്ല. ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് വരുമ്പോൾ നോർമലി എന്താണ് അത് മറ്റ് ആളുകൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് എന്താണ് പീപ്പിൾ ഓഫ് ബോത്ത് സൈഡ് ഓഫ് അറ്റ്ലാന്റിക്കിന് രണ്ട് സൈഡിൽ, അതായത് US-ൻ്റെ സൈഡ് അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ സൈഡിലുള്ള ആൾക്കാർക്ക് വേണ്ടി എന്താണ് അവർക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിക്കാണ് ഇത് കൊണ്ടുവന്നത്. അല്ലാതെ ഇത് ബ്രിങ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ഫിസിക്കൽ പ്രൊഡക്റ്റ് അണ്ടർ ദെയർ കൺട്രോൾ ആയിട്ടില്ല. ഓക്കെ, അവിടെ ആളുകളുടെ കൺട്രോൾ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. India accounts for 3.2% of global export of goods. Statement 2. Many local companies and some foreign companies operating in India have taken advantage of India's production-linked incentive scheme. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 3.2% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ്. എഗെയിൻ കുറച്ച് ഫാക്ച്വലാണ്, നമുക്ക് ആ കറക്റ്റ് പെർസെൻറ്റേജ് അറിഞ്ഞാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇവിടെ ഗുഡ്സ് ആൻഡ് എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ആണ് പറയുന്നത്, അത് 3.2% എന്ന് പറയുന്നത്. പക്ഷേ എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് എന്താണ് 3.2% അല്ല. ഓക്കെ, എക്സ്പോർട്ട് ഓഫ് മെർച്ചൻഡൈസ് 1.7%. അതുപോലെ ഇമ്പോർട്ട് എന്താണ്, ഇമ്പോർട്ട് ഓഫ് മെർച്ചൻഡൈസ് 2.6% ആണ്. ഇനി ഇതേ സമയം ഇവിടെ നമ്മളിപ്പോൾ ഗുഡ്സിനെ പറ്റിയാണ് പറഞ്ഞത്. 1.7% എക്സ്പോർട്ട്, ഇമ്പോർട്ട് 2.6%. ഇനി അത് സർവീസിന്റെ കാര്യം എടുക്കുന്നെങ്കിലോ അത് എക്സ്പോർട്ട് വരുന്നത് എത്രയാണ് 3.5%, ഇമ്പോർട്ട് എത്രയാണ് 3.2%. സോ ഇവിടെ ഗ്ലോബൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് അല്ല, ഗ്ലോബൽ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആയിരുന്നു നമുക്ക് എന്താണ് 3.2% ശരിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്ലോബൽ എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് വരുന്നത് എത്രയാണ്, അത് 1.7% ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ അത് റോങ് ആകുമ്പോൾ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മെനി ലോക്കൽ കമ്പനീസ് ആൻഡ് സം ഫോറിൻ കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ഹാവ് ബീൻ ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് ഇന്ത്യസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Next 89. The Stability and Growth Pact of the European Union is a treaty that limits the level of budgetary deficit of the countries of the European Union. Second one, makes the countries of European Union to share their infrastructure facilities, enable the countries of the European Union to share their technologies. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് പാക്റ്റിൽ വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ട്രീറ്റിയാണത്. സോ ഇത് ഏതൊക്കെയാണ് ആ ട്രീറ്റിൽ വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിസിക്കൽ ഫ്രെയിംവർക്കാണ്. സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കൽ
ഫ്രെയിം വർക്കാണ്. സോ യൂറോപ്യൻ യൂണിയൻ എന്താണ് ഒരു ഫിസിക്കൽ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഈ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് പാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SGP എന്ന് പറയുന്നത്, സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് പാക്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ലിമിറ്റ്സ് ദ ലെവൽ ഓഫ് ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഓഫ് ദ കൺട്രീസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. അതെന്താണ് ശരിയാണ്. കാരണം യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിൻ്റെ ബഡ്ജറ്ററി ഡെഫിസിറ്റും കാര്യങ്ങളും കുറയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക എന്നാണ് ഈ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് പാക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പറയുന്നത് മേക്സ് ദ കൺട്രീസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ടു ഷെയർ ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അവർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഷെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു, ഇതൊരു ഫിസിക്കൽ ഫ്രെയിം വർക്കാണ്. അവിടെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചറിനോ വേറെ ഒന്നിനും തന്നെ എന്താണ് ഒരു പ്രാധാന്യമില്ല. ഫിസിക്കൽ ഫ്രെയിം വർക്കോ അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. തേർഡ് പറയുന്നത് ഇറ്റ് എനേബിൾ ദ കൺട്രീസ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ ടു ഷെയർ ദ ടെക്നോളജീസ്. സോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് നമ്മൾ പറഞ്ഞു അതെന്തായാലും വരത്തില്ല, അതുപോലെ തന്നെയാണ് ടെക്നോളജീസും വരത്തില്ല. കാരണം നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഫ്രെയിം വർക്ക് മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ ഡെപ്റ്റ് മാനേജ്മെന്റ് മാത്രമാണ് വരുന്നത്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ടെക്നോളജീസിനെ പറ്റിയോ ഒന്നും തന്നെ എന്താണ് അവർ പറയുന്നില്ല. സോ അതുകൊണ്ട് അതും എന്താണ് വരത്തില്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ഓൺലി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഓൺലി ആയിരിക്കും. ഓക്കെ, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് റോങ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. Recently, all the countries of the United Nations have adopted the first ever compact for international migration, the Global Compact for safe, orderly and regulated migration. Second one, the objectives and the commitments stated in the GCM are binding on the United Nations member countries. The GCM addresses internal migration or internally displaced people also in its objective and commitments. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, റീസെൻ്റ്ലി all the countries of United Nations adopted the first ever compact for international migration എന്ന് പറയുന്നത് അപ്പോഴേ നമുക്ക് മനസ്സിലാകും. കാരണം എല്ലാ കൺട്രീസും ഇതാക്കി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ എല്ലാ കൺട്രീസും എന്താണ് അത് ചെയ്യുന്നില്ല, അഡോപ്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് അത് തെറ്റാണ്. ഓക്കെ, US-ഉം അതുപോലെ എന്താണ് ഒരുപാട് യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസും എന്താണ് ഇത് ഇപ്പോഴും എന്താണ് അത് വോട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നില്ല, അല്ലാതെ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് വോട്ട് ചെയ്യുന്നില്ല. ദെൻ second, on the objective and commitments stated in the GCM are binding on the UN member countries. അപ്പോൾ UN-ൻ്റെ കാര്യങ്ങൾ ബൈൻഡിങ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളതാണ്. ഓക്കെ, UN-ൻ്റെ പലതും എന്താണ് ബൈൻഡിങ് ആയത്, അതായത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ലീഗലായിട്ടുള്ള ഒരുപാട് എഗ്രിമെൻറ്റ് മാത്രമേ ഇത് ബൈൻഡിങ് ആകത്തുള്ളൂ, അല്ലാത്തേക്കൊന്നും എന്താണ് ബൈൻഡിങ് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇതെന്താണ് നോൺ ലീഗലി ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ബൈൻഡിങ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് രണ്ടും റോങ് ആണ്. GCM addresses internal migration or internally displaced. നമ്മൾ പറഞ്ഞു യുണൈറ്റഡ് നാഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്റേണൽ മൈഗ്രേഷനെ പറ്റി മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡിസ്പ്ലേസ്ഡ് പീപ്പിളിനെ പറ്റി മാത്രമായിരിക്കും പറയുന്നത്. അവിടെ എന്തായിരിക്കും ഇന്റർനാഷണൽ ആയിട്ടുള്ള മൈഗ്രേഷനെ പറ്റിയായിരിക്കും കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് അതും തെറ്റാണ്, മൂന്നും റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നതായിരിക്കും ഓപ്ഷൻ ഡി ആണ്, നൺ. ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയല്ല. നെക്സ്റ്റ് വൺ, വിത്ത് റെഫറൻസ് ടു ഹോം ഗാർഡ്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Home guards are raised under the Home Guards Act and the rules of central government. The role of the Home Guards is to serve as an auxiliary force to the police in maintenance of internal security. Third statement, to prevent infiltration on the international border or coastal areas, the border wing Home Guards battalions have been raised in some states. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് ചോദിച്ചിരുന്നു. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഹോം ഗാർഡ്സ് ആർ റേസ്ഡ് അണ്ടർ ദ ഹോം ഗാർഡ്സ് ആക്ട് ആൻഡ് റൂൾസ് സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ് സെൻട്രൽ ഗവൺമെന്റ് അല്ല, പകരം എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ആണ്. ഓക്കെ, ഹോം ഗാർഡ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്, അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അല്ല. ഓക്കെ, റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ന് നോക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. They serve as an auxiliary force to police in maintenance of internal security. അവർ എന്താണ് ഇന്റേണൽ സെക്യൂരിറ്റി പോലീസിന് എന്താണ് ഒരു ആക്സിലറി ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, സെർവ് ചെയ്യുന്നുണ്ട്. സോ അതെന്താണ് റൈറ്റ് ആണ്. ദെൻ ബോർഡർ വിങ് ഹോം സെക്യൂരിറ്റി ഗാർഡ്സിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, ബോർഡർ വിങ് ഹോം ഗാർഡ്സിനെ പറ്റി പറയുന്നുണ്ട്. സോ ഇവരെന്താണ് ഇന്റർനാഷണൽ ബോർഡർ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിലേക്ക് എന്താണ് ഇൻഫിൽട്രേഷൻ മറ്റും പ്രിവെന്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നവരാണ്. സോ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ തന്നെ ഏതായിരിക്കും 2 and 3 ആയിരിക്കും, ഓൺലി 2. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് അല്ല, പകരം ഏത് ഗവൺമെന്റാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്, റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ UTs യൂണിയൻ ടെറിട്ടറീസോ ആയിരിക്കും ഇതിനെപ്പറ്റി നോക്കുന്നത്. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ആക്ഷൻ, ദ ആക്ട് അണ്ടർ which it is covered. Unauthorized wearing of police or military uniforms. The Official Secrets Act 1923 ആണ് കവർ ചെയ്യുന്നതെന്ന് പറയുന്നു. Knowingly misleading or otherwise interfering with a police officer or military officer when engaging in their duties. And the Indian Evidence Act 1872, celebratory gunfire which can endanger the personal safety of others, the Arms Amendment Act 2019.
ഫസ്റ്റ് നോക്കിയേ, അൺഓതറൈസ്ഡ് വിയറിംഗ് ഓഫ് പോലീസ് ഓർ മിലിറ്ററി യൂണിഫോംസ്. അത് ഏതിൽ വരുമെന്നാണ് പറയുന്നത്? ദ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923 വരുമെന്ന് പറയുന്നു. ഇതെന്താണ് ശരിയായുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം എന്താണ്, ഒരു ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിൻ്റെ കീഴിൽ എന്താണ് അൺഓതറൈസ്ഡ് വിയറിംഗ് ഓഫ് പോലീസ് ഓർ മിലിറ്ററി യൂണിഫോംസ് വരാം. സെക്കൻഡ് പറയുന്നത് നോയിങ്ലി മിസ്ലീഡിങ് ഓർ അതർവൈസ് ഇൻ്റർഫിയറിംഗ് വിത്ത് പോലീസ് ഓഫീസർ ഓർ മിലിറ്ററി ഓഫീസർ വെൻ എൻഗേജ് ഇൻ ദർ ഡ്യൂട്ടീസ്. അതെന്തിന് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അത് എന്താണ്, ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിലാണ് വരുന്നത്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലല്ല. ഓക്കെ, സോ അതെന്താണ് റോങ് ആയുള്ള മാച്ചിങ് ആണ്. ദെൻ സെലിബ്രിറ്റി ഗ്രെൻഫെയർ വിച്ച് ക്യാൻ എൻഡേഞ്ചർ ദ പേഴ്സൺ സേഫ്റ്റി ഓഫ് അതേഴ്സ്. അതെന്താണ് ആക്ട്സ് അമെൻമെൻറ്റ് ആക്ട് 2019 വരുന്നതാണ്. സെക്ഷൻ 25 ക്ലോസ് 9 വരുന്നു. 25 ക്ലോസ് 9. ഓക്കെ, മറ്റൊന്നാണെങ്കിൽ സെക്ഷൻ 7 ആണ് വരുന്നത്. 7 ഓഫ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. സെക്ഷൻ 7 ഓഫ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലാണത് ഈ മിസ്ലീഡിങ് ഓർ അതർവൈസ് ഇൻ്റർഫിയറിംഗ് വിത്ത് പോലീസ് ഓഫീസർ മിലിറ്ററി ഓഫീസർ എൻഗേജിങ് ഇൻ ദ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതൊക്കെയായിരിക്കും വരുന്നത്? 1 അതുപോലെ 3 മാത്രമാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 മാത്രമാണ് കറക്റ്റ് വരുന്നത്. രണ്ടാമത്തെ എന്താണ് റോങ് ആയിട്ടുള്ള മാച്ചിങ് ആണ്. നെക്സ്റ്റ്, റീജൻസ് മെൻഷൻ ഇൻ ദ PSA. Regions often mentioned in news, reason for being in the news. North Kivu and Ituri, war between Armenia and Azerbaijan. Nagorno and Karabakh, insurgency in Mozambique. Kherson and Zaporizhia, dispute between Israel and Lebanon. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തേക്കുന്നത് ഞാൻ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കാം, നോർത്ത് കിവു ആൻഡ് ഇറ്റൂരി, വാർ ബിറ്റ്വീൻ അർമേനിയ ആൻഡ് അസർബൈജാൻ ആണ് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് എവിടത്തെയാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ റീജിയനാണ് എന്ന് പറയുന്നത് ഈ നോർത്ത് കിവു ആൻഡ് ഇറ്റൂരി എന്ന് പറയുന്നത്. ഓക്കെ, DRC ഇല്ല, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ 2 പ്രദേശങ്ങളാണ് ഇത് ഈ നോർത്ത് കിവു ആൻഡ് ഇറ്റൂരി എന്ന് പറയുന്നത്. സോ അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് എന്താണ്? വാർ ബിറ്റ്വീൻ അർമേനിയ ആൻഡ് അസർബൈജാൻ അല്ല, പകരം എന്താണ് കമ്മ്യൂണൽ വയലൻസ് ആണ് കൂടുതൽ നടക്കുന്നത്. ഓക്കെ, സോ അവിടെ എന്താണ് കമ്മ്യൂണൽ വയലൻസ് ആണ് നടക്കുന്നത് മെയിനായിട്ട്. സോ അല്ലാതെ വാർ ബിറ്റ്വീൻ അർമേനിയ ആൻഡ് അസർബൈജാൻ അല്ല, അപ്പോൾ അത് തെറ്റാണ്. സെക്കൻഡ് വൺ, നഗോർണോ ആൻഡ് കാരാബക്ക്, അവിടെ എന്താണ് ഇൻസർജൻസി മൊസാംബിക് എന്നാണ് പറയുന്നത്. മൊസാംബിക് ഇൻസർജൻസി കാരണമാണ് ന്യൂസ് വരാൻ കാരണം. പക്ഷേ എന്താണ് ഈ നഗോർണോ ആൻഡ് കാരാബക്ക് എന്ന് വെച്ചാൽ എന്താണ് അത് മൊസാംബിക് ഒരു പ്രദേശമല്ല, അത് എവിടത്തെയാണ്? സൗത്ത് കൗക്കാസ്കസിലെ ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ഈ നഗാർണോ ആൻഡ് കരാബക്ക് എന്ന് പറയുന്നത്. നഗാർണോ കരാബക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? സൗത്ത് കൗക്കാസ്കസിലെയാണ്. കൗക്കാസ്കസിലെ ഒരു റീജിയനാണ്. അതെന്താണ് അസർബൈജാനുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഓക്കെ, അസർബൈജാനുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു റീജിയനാണ് എന്ന് പറയുന്നത് നഗാർണോ ആൻഡ് കരാബക്ക്. സോ അതും തെറ്റാണ്. ദെൻ തേർഡ് വരുന്നത് ഖേർസൺ ആൻഡ് സപ്രോസിയ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ലെബനൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എവിടുത്തെ സിറ്റീസാണ്? ഇത് ഉക്രൈനിലെ സിറ്റീസാണ്. നമുക്ക് മാപ്പിംഗ് അറിഞ്ഞാൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇത് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഉക്രൈനിലെ സിറ്റീസാണ്. അപ്പോൾ എന്തായിരിക്കും റിലേറ്റഡ് ആയിട്ടുള്ള റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള 2 പ്ലേസാണ് എന്ന് പറയുന്നത് ഖേർസൺ ആൻഡ് സപ്രോസിയ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നും എന്താണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വൺ, Statement 1, Israel has established diplomatic relations with some Arab states. Second one, the Arab Peace Initiative mediated by Saudi Arabia was signed by Israel and Arab League. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് ഇസ്രായേൽ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻ വിത്ത് സം അറബ് സ്റ്റേറ്റ്സ്. ശരിയാവുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇസ്രായേൽ അറബ് സ്റ്റേറ്റ്സുമായിട്ട് എന്താണ് ഡിപ്ലോമാറ്റിക് റിലേഷൻ വെച്ചു എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ എന്താണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് എന്താണ് അത് ശരിയാണ്. പ്രത്യേകിച്ച് ഏതൊക്കെയാണ്? അബ്രഹാം അക്കോർഡൊക്കെ ഇതിൽ വരുന്നതാണ്. 2020 ഇസ്രായേലും അതുപോലെ ആരൊക്കെ തമ്മിൽ? UAE, ബഹ്റൈൻ. ഓക്കെ, അപ്പം ഇസ്രായേലും അതുപോലെ എന്താണ് UAE ബഹ്റൈനും കൂടെ തമ്മിലുണ്ടായിരുന്ന ഒരു അക്കോർഡ് അല്ലെങ്കിൽ ഒരു ആക്ടാണ് എന്ന് പറയുന്നത് ഈ അബ്രഹാം അക്കോർഡ് എന്നാണ് പറയുന്നത്. സോ അതൊക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇസ്രായേലും അതുപോലെ എന്താണ് അറബ് സ്റ്റേറ്റ്സും തമ്മിൽ എന്താണ് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. സെക്കൻഡ് വൺ, അറബ് പീസ് ഇനിഷ്യേറ്റീവ്. അറബ് പീസ് ഇനിഷ്യേറ്റീവ് എന്താണ്? സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ സൗദി അറേബ്യ മീഡിയേറ്റ് ചെയ്തു, അതുപോലെ ഇസ്രായേലും അറബ് ലീഗും തമ്മിലാണ് ഇതാക്കി എന്ന് പറയുന്നത്. പക്ഷേ അതെന്താണ് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ് അറബ് പീസ് ഇനിഷ്യേറ്റീവിൽ ഇസ്രായേലിൻ്റെ ആവശ്യം എന്താണ് ഒട്ടുമില്ല. അപ്പം ഇതെന്താണ് 2002 വന്ന ഒരു ഇനിഷ്യേറ്റീവാണ് അറബ് പീസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സൈൻ ചെയ്ത ആരാണ്? പ്രൊപ്പോസ്ഡ് ബൈ സൗദി അറേബ്യ. സൗദി അറേബ്യ പ്രൊപ്പോസ് ചെയ്തു ആൻഡ് ഇസ് എൻഡോസ്ഡ് ബൈ അറബ് ലീഗ്. ഓക്കെ, അവിടെ എന്താണ്
ഇസ്രായേലിന് പ്രത്യേകിച്ച് പ്ലേസ് ഒന്നുമില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റോങ് ആണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ് വിത്ത് റിഗാർഡ് ടു സ്പോർട്സ് അവാർഡ്. ഓക്കെ, Major Dhyan Chand Khel Ratna Award for the speculator most and outstanding performance by sportsperson over a period of last 4 years. Arjuna Award for the lifetime achievement by a sportsperson. Dronacharya Award to honor eminent coaches who have successfully trained sportspersons or teams. Rashtriya Khel Protsahan Puraskar to recognize the contribution made by sportspersons even after their retirement. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ് സ്പോർട്സ് ഫീൽഡിൽ ഏറ്റവും വലുതായിട്ടുള്ള അവാർഡാണ് എന്ന് പറയുന്നത് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. സോ ഫോർ ദ സ്പെക്കുലേറ്റഡ് മോസ്റ്റ് ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ബൈ സ്പോർട്സ് പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ലാസ്റ്റ് 4 years, അതെന്താണ്? മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡാണ്, ശരിയാണ്. അർജുന അവാർഡ് എന്ന് പറയുന്നത് ഫോർ ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ബൈ എ സ്പോർട്സ് പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ്? അത് തെറ്റാണ്. കാരണം അർജുന അവാർഡ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഹയസ്റ്റ് സ്പോർട്സിൻ്റെ ഇതാണ്. ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് വരുന്നത് ഏതിലാണ്? അത് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡാണ് അതും വരുന്നത്. ഓക്കെ, അർജുന അവാർഡ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്, സ്പോർട്സിനും ഗെയിംസിനും എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് വരുന്നതിന് ഹോണർ ചെയ്യുന്ന ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് അവാർഡാണ്, സ്പോർട്സ് അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഏതാണ്? മേജർ ധ്യാൻ ചന്ദ് അവാർഡാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ്. Dronacharya Award, as we know, to honor eminent coaches who have successfully retained sportsperson or teams. Okay, ദ്രോണാചാര്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കോച്ചുകൾക്കായിരിക്കും കൊടുക്കുന്നതായാലും. ഓക്കെ, ബിക്കോസ് റിലേറ്റഡ് ടു അവർ ഹിന്ദു എപ്പിക്സ് അല്ലെങ്കിൽ എന്താണ് ഹിന്ദു മിത്തോളജി പ്രകാരം എന്താണ് ദ്രോണാചാര്യ ആസ് എ കോച്ചായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യൻ്റെ പേരിലുള്ള അവാർഡ് നോർമലി കോച്ചസിനായിരിക്കും കൊടുക്കുന്നത്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫോർത്ത് വൺ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരമാണ് ടു റിക്കഗ്നൈസ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ സ്പോർട്സ് പേഴ്സൺ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ്? രാഷ്ട്രീയ ഖേൽ രത്ന പുരസ്കാരം കൊടുക്കുന്നതാണ് സ്പോർട്സ് പേഴ്സൺ അല്ല, പകരം എന്താണ് ക്ലബ്ബുകൾക്കോ അതുപോലെ എന്താണ് മറ്റ് സ്പോർട്സ് ബോർഡുകൾക്കോ അല്ലെങ്കിൽ കൺട്രോൾ ബോർഡുകൾക്കോ NGOസിനൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെയാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? സ്പോർട്സിന് അല്ലെങ്കിൽ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അല്ലെങ്കിൽ മറ്റേത് ലെവലിലായാലും സ്പോർട്സിന് എന്താണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ നിൽക്കുന്ന NGOs ആയാലും അല്ലെങ്കിൽ മറ്റേ ക്ലബ്സൊക്കെ ആയാലും ഇവർക്കൊക്കെയാണ് എന്ത് ഈ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം കൊടുക്കുന്നത്. അതെന്താണ് ഒരു പേഴ്സൺ അല്ല കൊടുക്കുന്നത്. സോ അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, 1 3 മാത്രമാണ് ശരി. ആൻസർ വരുന്നതായിരിക്കും ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആയിരിക്കും. നെക്സ്റ്റ്, consider the following statement in respect of 44th Chess Olympiad 2022. Okay, 44th Chess Olympiad പറ്റിയാണ് പറയുന്നത്. It was the first time that the Chess Olympiad was held in India. The official mascot was named Thambi. The trophy for the winning team in the open section is the Vara Magic Cup. The trophy for the winning team in the women's section is the Hamilton Russell Cup. ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ചെസ് ഒളിമ്പിയാഡ് വാസ് ഹെൽഡ് ഇൻ ഇന്ത്യ. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ചെന്നൈയിലാണ്, ഇന്ത്യയിൽ ചെന്നൈയിലാണ് എന്ത് ഫസ്റ്റ് ഹെൽഡ് ആയത്. സോ 2022 44th ചെസ് ഒളിമ്പിയാഡ് ചെന്നൈയിലായിരുന്നു, ഇന്ത്യയിൽ വെച്ച്. സോ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആണ്, ശരിയാണ്. അതിന് ഒഫീഷ്യൽ മസ്കറ്റ് വാസ് നെയ്മഡ് തമ്പി, അത് എന്താണ് ശരിയാണ്. കാരണം ബിക്കോസ് ഇറ്റ്സ് ഹെൽഡ് ഇൻ ചെന്നൈ ആൻഡ് അതുകൊണ്ട് തന്നെ തമിഴ് വേർഡായി തമ്പിയാണ് അതിൻ്റെ മസ്കറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതെന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ പറയുന്നത് എന്താണ്? ദ ട്രോഫി ഫോർ ദ വിന്നിംഗ് ടീം ഇൻ ഓപ്പൺ സെക്ഷൻ ഈസ് ദ വേര മെഞ്ചി കപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ഓപ്പൺ ടീമിനുള്ള ഏതായിരുന്നു അല്ലെങ്കിൽ ഓപ്പൺ സെക്ഷനിൽ ഏതായിരുന്നു? അത് ഹാമിൽട്ടൺ റസൽ കപ്പായിരുന്നു. ഓക്കെ, ഇത് രണ്ടും തിരിച്ചാണ് ഇട്ടേക്കുന്നത്. അതുപോലെ വുമൺ സെക്ഷനിലായിരുന്നു ഏതെന്ന് പറയുന്നത് വേര മെഞ്ചി കപ്പ് എന്ന് പറയുന്നത്. വുമൺ സെക്ഷനിൽ വേര മെഞ്ചി കപ്പും അതുപോലെ ഓപ്പൺ സെക്ഷനിൽ ഏതായിരുന്നു? ഹാമിൽട്ടൺ റസൽ കപ്പും ആയിരുന്നു. അപ്പോൾ രണ്ടും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചാണ് ഇട്ടേക്കുന്നത്. സോ അതുകൊണ്ട് 3 4 എന്താണ് റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, ഓൺലി 2 ആണ് ആൻസർ വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് പേജ്. ഏരിയ ഓഫ് കോൺഫ്ലിക്റ്റ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ്, കൺട്രി വെയർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. ഫസ്റ്റ് വൺ ഡോൺബാസ് സിറിയ, കച്ചിൻ എത്യോപ്യ, ടൈഗ്രേ നോർത്ത് യമൻ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചാണ്. ഫസ്റ്റ് നോക്കി, ഡോൺബാസ് സിറിയ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഡോൺബാസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് ഈസ്റ്റേൺ ഉക്രൈനിലാണ് ഡോൺബാസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് കോൾ മൈനിങ് ഹബ്ബാണ്. ഈസ്റ്റേൺ ഉക്രൈനിലെ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് കോൾ മൈനിങ് ഹബ്ബാണ് എന്ന് പറയുന്ന ഡോൺബാസ് എന്ന് പറയുന്നത്. സോ അതെന്താണ് റോങ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കച്ചിനെ പറ്റി പറയുന്നുണ്ട്. അതെവിടെയാണ്? എത്യോപ്യ എന്ന് പറയുന്നത്. പക്ഷേ എത്യോപ്യയിലല്ല, പകരം എവിടെയാണ്? നോർത്ത് മ്യാൻമറാണ്. സോ ഇതെല്ലാം പ്ലേസ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ കച്ചിൻ വരുന്നത് നോർത്ത് മ്യാൻമറിലാണ്, അതും തെറ്റാണ്. ദെൻ ടൈഗ്രേ പറയുന്നുണ്ട്. ടൈഗ്രേ എവിടെയാണ് പറയുന്നത്? ഇത് എത്യോപ്യയുടെ നോർത്തേൺ മോസ്റ്റ് റീജിയൻ ആണ്. നോർത്തേൺ എത്യോപ്യ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നോർത്ത് യമൻ നോർത്ത് യമൻ എന്താണ്?
തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ഹോൺ ഓഫ് ആഫ്രിക്കയുടെ ഒക്കെ ആ റീജിയനിലാണ് ഇത് വരുന്നത്. അവിടെ എന്താണ് മിലിറ്ററി കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അത് ന്യൂസിൽ എന്തായാലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സോ 3 എന്താണ് റോങ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, നൺ ആയിരിക്കും ഉത്തരം വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ദ റീസെന്റ് ഇയേഴ്സ് Chad, Guinea, Mali and Sudan catch the international attention for which one of the following reasons common to all of them? Discovery of rich deposits of rare earth elements, establishment of Chinese military bases, southern expansion of Sahara Desert, successful coups. സോ ചഡ്, ഗനിയ, മാലി, സുഡാൻ ഇതിനെല്ലാത്തിനും പ്രധാനമായിട്ട് ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടിയ എന്തിനാണ്? കാരണം ഇവിടെ എല്ലാം എന്ത് നടന്നു? സക്സസ്ഫുൾ ആയിട്ടുള്ള മിലിറ്ററി കൂപ്സ് നടന്നിട്ടുണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? സക്സസ്ഫുൾ ആയിട്ടുള്ള മിലിറ്ററി കൂപ്സ് നടന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഈ ഏരിയാസ് എല്ലാം ന്യൂസിൽ മെയിനായിട്ട് വന്നത്. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡർ ഫോളോയിങ് ഹെവി ഇൻഡസ്ട്രീസ്: ഫെർട്ടിലൈസർ പ്ലാന്റ്സ്, ഓയിൽ റിഫൈനറീസ്, സ്റ്റീൽ പ്ലാന്റ്സ്. Green hydrogen is expected to play a significant role in decarbonizing how many of the above industries? ഇവിടെ എവിടെയൊക്കെ ഡീകാർബണൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, ഫെർട്ടിലൈസർ പ്ലാന്റ്സിൽ പറയുന്നുണ്ട്, ഓയിൽ റിഫൈനേഴ്സ് പറയുന്നുണ്ട്, സ്റ്റീൽ പ്ലാന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ? ഗ്രീൻ ഹൈഡ്രജൻ നമുക്കറിയാം, ഇപ്പോൾ എന്താണ് നമ്മുടെ നോർമൽ ഫോസിൽ ഫ്യൂൽസും മറ്റുമൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് എന്താണ് ഒരുപാട് മോശമായിട്ടുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനും ഓസോണിനും ഒക്കെ സംഭവിക്കുന്നതാണ്. അത് മാറ്റിയിട്ട് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് പൊല്യൂഷൻ വളരെ കുറഞ്ഞ രീതിക്ക് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഫെർട്ടിലൈസർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യാം, അതുപോലെ ഓയിൽ റിഫൈനേഴ്സിൽ യൂസ് ചെയ്യാം, അതുപോലെ എന്താണ് സ്റ്റീൽ പ്ലാന്റ്സിൽ യൂസ് ചെയ്യാം. അതായത് ഒട്ടുമിക്ക ഇൻഡസ്ട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീകാർബണൈസിങ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ ഈസ് എ important way to green hydrogen has the important role in decarbonizing the above things. ഓക്കെ, അതായത് ഫെർട്ടിലൈസർ പ്ലാന്റ്സിലും ഓയിൽ റിഫൈനേഴ്സിലും സ്റ്റീൽ പ്ലാന്റ്സിലും എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, 3 എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് G20. G20 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The G20 group was originally established as a platform for the finance ministers and central bank governors to discuss the internal economic and financial issues. Second one, digital public infrastructure is one of India's G20 priorities. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, G20 group was originally established as a platform for the finance ministers and central bank governors to discuss the international economic and financial issues. ഇതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം G20 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയത് എന്താണ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ അതുപോലെ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിന്റെ ഒരു ഇന്റർനാഷണൽ എക്കണോമിക് ആൻഡ് ഫിനാൻസ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് G20 വന്നിട്ടുള്ളത്. സോ അതെന്താണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ G20 മെമ്പേഴ്സിന് പറയുമ്പോൾ ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1900 സോറി അതിന് വേണ്ടി നമുക്ക് G20 മെമ്പേഴ്സിന് പറയാം. മെയിനായിട്ട് വരുന്ന ആരൊക്കെയാണ്? 19 കൺട്രീസും ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുണ്ട്? യൂറോപ്യൻ യൂണിയനും ഉണ്ട്. ബട്ട് ഇപ്പോൾ എന്താണ് റീസെൻ്റ് ആയിട്ട് അതിൽ ആരും കൂടി വന്ന് ചേർന്നിട്ടുണ്ട്? ആഫ്രിക്കൻ യൂണിയനും കൂടെ എന്താണ് ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ആഫ്രിക്കൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും അതുപോലെ തന്നെ എന്താണ് യൂറോപ്യൻ യൂണിയനും പിന്നെ എന്താണ് 19 കൺട്രീസും കൂടെ ചേർന്നാണ് ഈ G20 മെമ്പേഴ്സ്. സോ അത് ഇനിഷ്യലി വന്നത് എന്തിനാണ്? ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സ് അതുപോലെ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് എന്തിനു വേണ്ടി? ഇന്റർനാഷണൽ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇത് വന്നത്. സോ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നായിരുന്നു? 1999 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് അതിന് പ്രധാനമായിട്ടുള്ള ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിന് പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്താണ്? ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. അതെന്താണ് ഇന്ത്യയുടെ G20 പ്രയോറിറ്റിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, സോ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഇന്ത്യയുടെ G20 പ്രയോറിറ്റിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആൻസർ വരുന്നതായിരിക്കും ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ 2023 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, in-built lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 909448545 Trivandrum.